ഹലോ. ഒരു കാൽപ്പെരുമാറ്റം പോലെ തോന്നി. ആരുമില്ല. അത് വരുന്നത് പോലെ തോന്നി തൊടിയിൽ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? പുതിയ വർഷം തുടങ്ങുകയാണ്. പ്രതീക്ഷയുടെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പുതിയ വർഷം. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഹാപ്പി ന്യൂ ഇയർ പറയുന്നതിന് പകരം ഇന്നിപ്പോൾ ഈ നേരം വരെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇന്ന് ശാരീരികമായിട്ട് വലിയ സുഖമില്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ 2-3 ദിവസമായിട്ട് വയറിന് എന്തൊക്കെയോ പ്രോബ്ലംസ്, വയ്യ. അതുകൊണ്ട് ഇന്നലെ വരെ പോയിരുന്നു, പക്ഷേ ഇന്ന് പോകാൻ വയ്യ. അപ്പോൾ +1 പേപ്പർ കൂടി നോക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് രാവിലെ മുതലുണ്ടായ സംഭവങ്ങൾ, ഒന്നാമത് അതൊന്ന് രാവിലെ മുതലിപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഞാനൊന്ന് പറയാം. ഓക്കെ. ഒപ്പം തന്നെ ഉണ്ടല്ലോ. ഇതാണ് രാവിലെ മുതൽ ഏറ്റവും രാവിലെ സംഭവിച്ച വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് രാമുവിൻ്റെ ടൂറായിരുന്നു സ്കൂളിൽ നിന്ന്. അവർ ഡ്രീം വേൾഡ് ഒക്കെയാണ് പോണത്. ഡ്രീം വേൾഡ്, പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു ഡാം, ഡാമിൻ്റെ പേര് പറഞ്ഞല്ലോ, എന്തൊരു ഡാം, അവിടെ അടുത്തുള്ള അവർ ഡാം കാണാൻ പോകുന്നുണ്ട്. ഡ്രീം വേൾഡ് പോകുന്നു. ഭയങ്കര ത്രില്ലിലായിരുന്നു കുറേ ദിവസമായിട്ട്. പാവം കുട്ടി. നമ്മൾ പണ്ടൊക്കെ ഈ ടൂറൊക്കെ പോകാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നൊരു പഴയ കാലം നമുക്കുണ്ടായിരുന്നു. അന്ന് ടൂറൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. എനിക്ക് ഓർത്ത് തോന്നുന്നു 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ നിന്നൊരു ടൂർ പോകണ്ടായി. അപ്പോൾ ഞാൻ പോയില്ല, പോകാൻ പറ്റിയില്ല. അന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് പോകാൻ പറ്റില്ല. ഞാൻ കുറേ വാശിയൊക്കെ പിടിച്ചു, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് പോകാൻ പറ്റിയില്ല. അതറിഞ്ഞിട്ട് 10ാം ക്ലാസ് എത്തിയപ്പോൾ ട്യൂഷൻ സെൻ്ററുകാരനെ ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് മാനവ മാഷ്, സുരേന്ദ്രബാബു മാഷ്, സുനിൽ ബാബു മാഷ്, മരിച്ച നമ്മുടെ രാജൻ മാഷ്, ദേവദാസൻ മാഷ്, ഞങ്ങളവിടുത്തെ കുറേ നല്ല അധ്യാപകരാണ് ട്യൂഷൻ ക്ലാസ്സിലെയും സ്കൂളിലേക്ക്. അപ്പോൾ അധ്യാപകരുടെ ഗുരുത്താണ് മാതാപിതാക്കളോടൊപ്പം തന്നെ എന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ആ അനുഭവങ്ങൾ ഞാൻ പിന്നീട് പറയാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ പരിചയപ്പെടുത്തും. അപ്പോൾ പറഞ്ഞു വന്നെന്താ, അപ്പോൾ ടൂറ് പോകാൻ കുട്ടി ടൂറ് പോകാനുള്ളൊരു വളരെ സന്തോഷത്തിലും ത്രില്ലിലുമായിരുന്നു. അപ്പോൾ അവനെ കൊണ്ടുപോയി ആക്കി. അവൻ പോയിട്ടുണ്ട്. ഇനി രാത്രി അവനെ പിക്ക് ചെയ്യണം. അത് പറ്റുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇവിടെ ഇപ്പോൾ ആരുമില്ല, വീട്ടിൽ ആരുമില്ല. ഇത് സഹധർമ്മിണിയുടെ വൈഫിൻ്റെ വീടാണ്, കൊപ്പത്താണ്. ഞാൻ കാവുമ്പുറത്താണെങ്കിലും കുറച്ച് കാലമായിട്ട് കൊപ്പത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വൈഫിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പം അങ്ങോട്ട് പറമ്പിലേക്ക്, അതാണ് ഞാൻ കാൽപ്പെരുമാറ്റം നോക്കിയത്. പറമ്പിലേക്ക് ഇവിടെ കുറച്ച് മേലെ ഇതാണ് ഏരിയ. ഇത് നമ്മുടെ നമുക്ക് നഷ്ടപ്പെട്ട കാറിന് ശേഷം വാങ്ങിയ കാറാണ്. അത് നമ്മുടെ ബൈക്കാണ്. മക്കളും ഭാര്യ സ്കൂളിൽ പോയിട്ടുണ്ട്. ഭാര്യയുടെ അമ്മ ഇപ്പം അങ്ങോട്ട് പറമ്പിലേക്ക്, കുറച്ച് മേലെ ഒരു പറമ്പുണ്ട്. അപ്പോൾ ആ പറമ്പിലേക്ക് നാളികേരം തേങ്ങ ഇടാൻ ആൾ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോയതാണ്. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്കും പോകേണ്ടി വരും. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ ആരോ അവിടെ നടന്നു വരുന്ന പോലെ തോന്നി. അവിടെ ഒരു ഇടവഴി കേട്ടോ, മേലെ ഭാഗത്തൊരു ഇടവഴി. നമ്മൾ ഇപ്പോൾ ഈ ഇടവഴികളൊന്നും കാണാൻ കിട്ടില്ല അല്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, രാവിലെ ചോറുണ്ട്, കറിയുണ്ട്, ചോറ്, മോരുകറി, പിന്നെ ഉണക്കമീൻ കൊണ്ട് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കും. അത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണിത്. ഇത് മുരിങ്ങയില. ഈ മുരിങ്ങയില കൊണ്ട് ഞാൻ ഒരു താളിച്ചൊരു കറി ഉണ്ടാക്കും. ഇവിടെ ഞാൻ വരുമ്പോൾ മുരിങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഈ മുരിങ്ങയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എപ്പോഴും മുരിങ്ങയുടെ കറി ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് അമ്മ മുരിങ്ങയുടെ ഈ
ഉപ്പേരി ഉണ്ടാക്കും. ഉപ്പേരി പറഞ്ഞാൽ വറവ്. അതുപോലെ അതിൽ എഗ്ഗ് ഇട്ടിട്ട് ഒരു തരം കറി ഉണ്ടാക്കി തരും. അപ്പോൾ അതൊക്കെ കൂടിയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ശരിയാക്കാൻ പോവുകയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി ഈ സംഗതി വൈൻഡപ്പ് ആവും കേട്ടോ. ഓക്കെ, ഇത് എടുത്തിപ്പോൾ എങ്ങനെ ശരിയാക്കുന്നത് നോക്കട്ടെ. ഇത് വലിയ പരിചയമൊന്നുമില്ല ചെയ്തിട്ട്, എന്നാലും നമ്മളൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. കാരണം മുരിങ്ങയില കഴിക്കുന്നു. ഉണ്ടാക്കി വെച്ചത് മോരുകറി ആയതുകൊണ്ട് മോരുകറിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഈ മുരിങ്ങയുടെ ഇലകളൊന്ന് സെപ്പറേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. ഓക്കെ, അപ്പോൾ എന്താ ഇതിന് ഒരു ഞെട്ടിയെടുത്ത് അതിൻ്റെ ഇലകളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. ഇതാണ് പരിപാടി. കുറച്ച് ക്ഷമ വേണം. ക്ഷമ ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. എന്നാലും പുതിയ കൊല്ലം തുടങ്ങിയല്ലേ അല്ലേ, കുഴപ്പമില്ല, അടിപൊളി പരിപാടി കേട്ടോ. നമ്മൾ ഈ അടുക്കളയിലുള്ള ആളുകളൊക്കെ സമ്മതിക്കണം. അപ്പോൾ എൻ്റെ അമ്മ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് പണ്ടൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവുക. ഇങ്ങനെ വേറെ വേറെ ആക്കണം. നമുക്ക് പറയാനുള്ള ഇതിൽ ഈ കൊള്ളി കണ്ടോ, ഇത് കമ്പ് കണ്ടോ, ഇതൊക്കെ ഒഴിവായി കൂടെയൊക്കെ ചോദിക്കണം. പക്ഷേ നല്ല ക്ഷമ വേണം. യെസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ ന്യൂ ഇയറിൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ മുരിങ്ങ ഞാനിപ്പോൾ എന്താ പറയുക, താളിച്ചതോ അല്ലേ, ഈ മുളകും പരിപ്പൊന്നും ഇടാണ്ട് ഉണ്ടാക്കുന്ന കറി മുരിങ്ങയില താളിച്ചത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. കാരണം അവിടെ ഇച്ചിരി ഷൂട്ട് ചെയ്യാനുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കാണാം. ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷം. നമ്മളാണ് നമ്മുടെ വർഷങ്ങളും നമ്മുടെ സാധ്യതകളും നമ്മുടെ ഭാവിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒതുങ്ങുന്ന ആവരുത്. ഒരാളുടെയും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ. നമുക്ക് ഭൂമിയിൽ ഒരുപാട് കാശുണ്ടാവുക, അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവുക. നേട്ടങ്ങൾ മീൻസ് വലിയ സമ്പത്തുണ്ടാവുക, അതല്ല. അതിൻ്റെ അപ്പുറം നമുക്ക് ആരോഗ്യത്തോടു കൂടി ശ്വാസോച്ഛ്വാസം വലിച്ച് കുടുംബത്തോടൊപ്പം ശ്വാസോച്ഛ്വാസം എടുത്ത് കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട്, കുടുംബത്തോടൊപ്പം മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോടൊപ്പം, നമ്മളുടെ ഫ്രണ്ട് സർക്കിളിനോടൊപ്പം, നമ്മുടെ ഫാമിലി സർക്കിളിനോടൊപ്പം, സൊസൈറ്റിയോടൊപ്പം ഇങ്ങനെ തട്ടിയും മുട്ടിയും സ്നേഹത്തോടു കൂടി പോകാൻ പറ്റുക. സന്തോഷമാണ് സ്നേഹം. സന്തോഷമാണ്. ഈ മനസ്സമാധാനം ഉണ്ടെങ്കിൽ സ്നേഹമുള്ളൂ. അപ്പോൾ സന്തോഷമാണ് ഏറ്റവും. സന്തോഷത്തിൻ്റെ കാര്യം പറയാം. എനിക്ക് സന്തോഷം എന്ന് പറയുന്ന അനിയുണ്ട്. അവൻ ഇന്നലെ ജയ്പൂർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു വർക്കിൽ. ഞാൻ എല്ലാവരെയും അവനെ പരിചയപ്പെടുത്താൻ. ജയ്പൂർ പോകാനൊക്കെ ഒരു പ്ലാനുണ്ട്. ജയ്പൂർ ഓപ്പൺ നോർത്തിലാണുള്ളത്. അപ്പോൾ അതൊക്കെ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ബൈ, ഹാപ്പി ന്യൂ ഇയർ.